ആന്തരിക നമസ്കാരം. വർഷം 2004. നമ്മുടെ തെലുങ്കിൻ്റെ ഗർജിക്കുന്ന സിംഹമായ ഗോഡ് ഓഫ് മാസസ് ബാലയുടെ വീട്ടിൽ എന്തോ കാര്യം പറയാനായിട്ട് അങ്ങേറെ പടത്തിന് ഒരു പ്രൊഡ്യൂസർ വരും. സംസാരം സൊഫിസ്റ്റിക്കേറ്റഡ് സംഭാഷണങ്ങളിൽ നിന്ന് തനി ചന്ത ലെവലിലേക്ക് കൂപ്പുകുത്തും. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് മൂത്ത് വന്നപ്പോൾ ആ കള്ള പടവ നമ്മുടെ ബാലയുടെ മേത്ത് കൈവയ്ക്കും. മുറിവേറ്റ സിംഹം തിരിഞ്ഞോടിയ ശീലമില്ലല്ലോ. ബാലയെ അകത്തോട്ട് പോയിട്ട് അങ്ങനെ തോക്കെടുത്തുകൊണ്ടെന്ന് ചാറാ പറ വെടി. അന്ന് വെടികൊള്ളാതെ രക്ഷപ്പെട്ട ആ പ്രൊഡ്യൂസർ ആ പക മനസ്സിൽ സൂക്ഷിച്ചു. ബാലയെ ഫീൽഡ് ഔട്ട് ആക്കാൻ എന്തായാലും അതിനേക്കാൾ മികച്ചൊരു അപരാധത്തിന് ഇറക്കണമെന്ന് അങ്ങേരെ അന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ 10 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം അങ്ങേരെ വജ്രായുധനെ അങ്ങോട്ട് ഇറക്കി വിട്ടു. അഴുക്കച്ചെറുക്കൻ തന്തയേക്കാൾ മോശം. തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു. എന്നെങ്കിലും അണ്ണനെ കണ്ട ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. കുറെ നാളായല്ല സീനിൽ വന്നിട്ട് ഇതുവരെ ഒന്നും തെളിഞ്ഞു കണ്ടില്ലല്ലേ. പക്ഷെ അത് കേട്ട അണ്ണൻ പറയും, എന്റെ അനിയനെ ഒരു നിലയിൽ എത്തിച്ചിട്ട് മതി എന്റെ അംഗം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ അണ്ണന്റെ തമ്പി കന്നി അംഗത്തിൽ തന്നെ കല്ലുപിടിച്ച് വീട്ടിലിരിപ്പാണ്. അണ്ണന്റെ ഡാഡി ആ പ്രൊഡ്യൂസർ 1999 തൊട്ട് 2014 വരെ ചെയ്ത പടത്തിനോളം പടം അണ്ണൻ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അണ്ണന്റെ ഫിലിമോഗ്രഫി തന്നെ ഒരു പടക്കക്കടയാണ്. അത് കണ്ട നിസ്സാര പടക്കമൊന്നുമല്ല. അപ്പോൾ ഈ ബോംബ് സ്റ്റാറിൻ്റെ ആ പഞ്ചവത്സര പദ്ധതിയിൽ ഒരാളെ കൊള്ളി ഉറക്കക്കൊള്ളിയാണ് ഈ പടം സാക്ഷ്യം. അപ്പോൾ പടം തുടങ്ങുമ്പോൾ അണ്ണൻ ജനിച്ചിട്ടേ ഉള്ളൂ. അണ്ണനൊരു വലിയ പേര് കേട്ട നാസി കുടുംബത്തിലെ ഒടുക്കത്ത സന്തതിയാണ്. അണ്ണൻ്റെ പിള്ളക്കൈ നോക്കിയിട്ട് ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാവടി എന്താ പറഞ്ഞതെന്നറിയാമോ? അത്ഭുതം, എല്ലാവരുടെയും കയ്യിൽ രേഖകളാണ് ഉണ്ടാവാറ്. ഇവന്റെ കയ്യിൽ പലരുടെയും തലയിലെഴുത്തുണ്ട്. ഒരക്ഷരം പോലും തെറ്റില്ല. വന്ന് കയറി ആ ഫുൾ കുടുംബം ക്ലോസ്. ബെസ്റ്റ് ജാതകം ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. അണ്ണൻ്റെ ക്ലന്തയുടെ കയ്യിലിരിപ്പം തീരെ ശരിയല്ല. അതായത് അണ്ണൻ്റെ കൈ നോക്കി ജോത്സ്യൻ ഈ പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അണ്ണൻ്റെ തന്ത ഈ പെരിയ കൗണ്ടർ പുറത്തോട്ട് ചെല്ലും. അപ്പോഴാണ് നാട്ടുകാർ പറയുന്നത് ആ ചെറിയ പശുവിൻ്റെ തള്ളയെ ഏതോ ഒരു ഇറച്ചി വെട്ടുകാരൻ പിടിച്ചോണ്ട് പോയെന്ന്. ലൈം ടീക്കകത്ത് വരെ ഗോമൂത്രം കലക്കി കുടിക്കുന്ന പെരിയ കൗണ്ടർ ജിക്ക് അത് തീരെ പിടിച്ചില്ല. അങ്ങനെ നേരെ തള്ളപ്പശുവിനെ പിടിക്കാനായിട്ട് ഇറച്ചി വെട്ടുകാരൻ്റെ പുറകെ പോകും. പിന്നെ അവിടെ ചെന്നിട്ട് കുറേ പഞ്ച് ഡയലോഗ്സ്. പശു മാതാവാണടാ. സ്വന്തം കുട്ടികൾക്ക് പാല് കൊടുക്കാതെ ഉലകത്തിന് പാല് കൊടുക്കുന്ന മാതാവ്. ആ മാതാവിനെയാണോടാ നീ? എനിക്കും നിനക്കും പ്രകൃതി വേണം. പ്രകൃതിക്ക് പോലും ഗോമാതാവ് വേണോടാ. പിന്നെ അങ്ങോട്ട് ഗോമാതാ സംരക്ഷണ യജ്ഞം. അപ്പോൾ പശുവിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വില്ലൻ ഒരു ശിക്ഷയും കൂടെ കൊടുക്കും. വില്ലൻ ആ പശുവിൻ്റെ 4 കാലിലും വീണ് ചെയ്ത അപരാധം സംസ്കൃതത്തിൽ ഏറ്റു പറയണം. അത് ഏറ്റു പറയുന്നത് വരെ അങ്ങേരെ മരത്തിൽ കെട്ടിയിടും. എന്നിട്ട് ഇത് അങ്ങേരുടെ അണ്ണനായ മുനിസ്വാമിയെ വിളിച്ച് അറിയിക്കാനും പെരിയ ഗവർണർ ഓർഡർ. അപ്പോൾ എന്തായാലും അണ്ണന്റെ പേര് മുനിസ്വാമി എന്നാണല്ലോ. അപ്പോൾ പിന്നെ BGM അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ മുനിസ്വാമി ഇത് അറിയുമ്പോൾ ഗവർണറുടെ വീട്ടിലോട്ട് കയറി ചെന്ന് എല്ലാവരും അങ്ങ് പോളും. ഇതിനിടയ്ക്ക് മുതുകത്ത് കോടാലി കൊണ്ട തള്ള മോനെ രക്ഷിക്കാൻ ഒരു വഴി കാണിക്കണമെന്ന് മാനത്തോട്ട് നോക്കി പറയും. പെട്ടെന്ന് ഏതാണ്ട് കോൾ ടാക്സി വന്ന് നിൽക്കുന്ന പോലെ ഒരു പശു വന്ന് നിൽക്കും. നമുക്കിത് കാണുമ്പോൾ സംശയം തോന്നും, ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ തള്ളയ്ക്ക് കാര്യം പിടികിട്ടി. പശു, ദൈവം, കൊച്ച്. യെസ്, കൊച്ചിനെ തുണിയിൽ പൊതിഞ്ഞ് ബാക്ക് പാക്ക് ആക്കി പശുവിന്റെ മുതുകത്ത് വെച്ച് കെട്ടുക. ഈ കൊച്ചിനെ കൊല്ലാനായിട്ട് ഗുണ്ടകളൊക്കെ പശുവിനെ ചേസ് ചെയ്യും. അവസാനം അണ്ണൻ പശുവിൻ്റെ മുതുകത്ത് നിന്ന് നേരെ പറന്ന് കാളിയുടെ സാരി വഴി നേരെ ലോറിയിലേക്ക്, അവിടുന്ന് നേരെ 10 അടി താഴ്ചയിലേക്കും. അണ്ണൻ ഇങ്ങനെ കൊറിയർ മുതലേ കൈമാറി പൊക്കോണ്ടിരിക്കുമ്പോൾ അവിടെ വീട്ടിൽ വേറെ സംഭവമാണ്. അവിടെ മുനിസ്വാമിയും പിള്ളേരും കൂടെ വീട്ടിലുള്ള സകല പേരെയും തട്ടി, ഇൻക്ലൂഡിങ് പശു. കാരണം ഈ സംഭവം കണ്ടവരാരും നാളെ സാക്ഷി പറയാനുണ്ടാവരുത്. അങ്ങനെ അണ്ണനെ ഒരു മച്ചാനെ കളഞ്ഞു കിട്ടും. മച്ചാൻ പൊക്കി എടുത്തുകൊണ്ട് ഒരു അമ്പലത്തിൽ വെക്കും. അവിടെ തന്നെ ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള പൂജയുടെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. പെട്ടെന്ന് അപ്പുറത്ത് നിന്നൊരു ശബ്ദം കേട്ട് പൂജാരി പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചു നിൽക്ക്, ഞാനിപ്പോൾ വരാം. പൂജാരി ചെന്ന് നോക്കുമ്പോൾ അവിടെ അണ്ണൻ കിടക്കുന്നു. പൂജാരി അണ്ണനെ പൊക്കിക്കൊണ്ടുവന്ന് ഇവരുടെ കയ്യിലോട്ട് കൊടുക്കും. ഇന്നാ നിങ്ങളുടെ കൊച്ച്, ഇനി കിട്ടിയില്ലെന്ന് പറയരുത്. ആ ചേച്ചി നോക്കുന്നത് കണ്ടോ? അല്ല സ്വാമി, ഞങ്ങൾ ഇങ്ങനല്ല ഉദ്ദേശിച്ചത്. എന്താ സ്വാമി വാസ് ലൈക്ക്, നീ ഒന്നും പണയണ്ട. അങ്ങനെ ഈ സംഭവത്തിനൊക്കെ ശേഷം രൊക്കെ ഒരു 20 വർഷത്തിന് ശേഷം ദുബായിൽ ഒരു പ്രശ്നം. അവിടെ ഒരു കൂട്ടം വ്യാളിപ്പയലുകൾ വന്ന് ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഇനി രക്ഷകനായി. അണ്ണൻ എന്തിനാണ് ഒരു കൊച്ചിനെ രക്ഷിക്കാനായിട്ട് യുദ്ധഭൂമിയിലെ പഠനം പോലെ പുറഞ്ചട്ടയും വള്ളി നഗരോട്ട് സൈക്കിൾ ഓടിക്കുന്നത് നിങ്ങൾ ആലോചിക്കും. പക്ഷെ അണ്ണൻ ശരിക്കും മറ്റേതാണ്.
ബസൂക്ക. അതായത് നിങ്ങളൊക്കെ ഇപ്പോൾ കണ്ട പോലത്തെ ആരും ആലോചിക്കാത്ത നല്ല ഫ്രഷ് ടെമ്പിൾ റൺ കോൺസെപ്റ്റിൽ, അതായത് ഇപ്പോൾ ഈ കളഞ്ഞു പോയ തൂവാല കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പനിയുള്ള കൊച്ചിന് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക, ഇതേപോലുള്ള ഹൈ കോൺസെപ്റ്റ് ഗെയിമുകൾ ഡിസൈൻ ചെയ്യലാണ് അണ്ണൻ്റെ ഹോബി. അതായത് തന്ത ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാശ് ഇങ്ങനെ പേക്കൂത്ത് കാണിക്കുന്ന അണ്ണന് ഒരു ഇൻട്രോ സോങ് കൊടുക്കാൻ വേറെ എന്തെങ്കിലും കാരണം വേണോ? അങ്ങനെ ഗെയിം ഷൂട്ട് ചെയ്യാനെന്നും പറഞ്ഞ് അണ്ണൻ്റെ ഒരു ഇൻട്രോ സോങ്. റോഡിൽ, ബീച്ചിൽ, കടലിൽ, മരുഭൂമിയിൽ, അങ്ങനെ എല്ലായിടത്തും ഓടി നടന്നൊരു ഷൂട്ട്. തന്തയ്ക്ക് കാശുണ്ടെങ്കിൽ പിന്നെ എന്തും ആവാമല്ലോ, കാശിൻ്റെ. പക്ഷെ അണ്ണൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അണ്ണൻ്റെ ഗെയിം സെലക്ട് ആയില്ല. എങ്ങനെ സെലക്ട് ആവാനാണ്? ഗെയിം ഡിസൈൻ ചെയ്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിക്കറിട്ട് കുളിക്കുന്ന ക്ലിപ്പൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് പറയാനാണ്? പക്ഷേ റിജക്ട് ചെയ്തവർ മാന്യമായിട്ട് പറഞ്ഞു കൾച്ചർ ഇല്ലാത്ത ഗെയിമാണെന്ന്. എന്നിട്ട് ഏതോ ഒരു കൊറിയക്കാർക്ക് ഫസ്റ്റ് കൊടുക്കും. ഇത് അണ്ണന് ഭയങ്കര വിഷമമായി. പല കൂത്തടിയിൽ വല്ലതായിരുന്നേ നോക്കായിരുന്നു. ഈ കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് അണ്ണൻ എവിടെ പോയി കൊണ്ടുവരാനാണ്? അങ്ങനെ അണ്ണനും നൻപനും കൂടെ ഇതിൻ്റെ ടെൻഷനിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വീണ്ടും പശു അണ്ണൻ്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുന്നു. സംഭവം അമേരിക്ക ആണെങ്കിലും പശു ഗോമാതാവാണല്ലോ. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ അത് വെറും തോന്നലാ. റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ അണ്ണൻ വളരെ റിസ്ക് എടുത്ത് ആ പശുവിനെ ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷിക്കും. ദൈവനിയോഗം എന്ന് പറയട്ടെ. പെട്ടെന്ന് ഒരു അമ്പലമണി കേൾക്കുന്നു. അവിടെയാണെങ്കിൽ ഒരു ആൻഡ്രസൻ നായരും കുറേ കുലസ്ത്രീകളും കൂടെ പശുവിനെ കാണാത്തതിൻ്റെ വ്യഥയിൽ ഉഴലുമ്പോൾ അണ്ണൻ കൊണ്ടുവന്ന് ഗോമാതാവിനെ തിരിച്ചേൽപ്പിക്കും. അവിടെ വെച്ച് അണ്ണൻ പൂജ ചേച്ചിയെ കാണും. പിന്നെ പറയണ്ടല്ലോ, അണ്ണൻ ഫ്ലാറ്റ്. ഇവിടെ പറയാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ എന്നാലും പറയാം. ലോകത്ത് ഒരു പുതുമുഖത്തിനും ഇല്ലാത്ത യോഗമാണ് അണ്ണന്. അതായത് ഫസ്റ്റ് പടത്തിൽ സമന്ത, സെക്കൻഡ് പടത്തിൽ തമന്ന, മൂന്നാമത്തെ പടത്തിൽ തമന്നയ്ക്ക് ബാഹുബലി കാരണം മാറേണ്ടി വന്നുകൊണ്ട് രഘുൽപ്രീത് സിംഗ്, നാലാമത്തെ പടത്തിൽ പൂജ ഹെയ്ഡെ, 5ലും 6ലും കാജൽ അഗർവാൾ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. അത് ശരിയാ. പക്ഷെ എന്തായാലും അണ്ണൻ അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുക. അതായത് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ നിന്നൊരു ഗെയിം ഉണ്ടാക്കാൻ. അണ്ണൻ്റെ അടുത്ത് ബസൂക്ക ഉണ്ടാക്കാനായിട്ട് അണ്ണൻ ഒരു തുറുപ്പ് ഗുലാനെ ഇറക്കും. അവൻ പറഞ്ഞ കൺസെപ്റ്റ് കേട്ടിട്ട് അണ്ണൻ പറയും, സൂപ്പർ, ഫാന്റാസ്റ്റിക്, വെരി വെരി ഗുഡ് സർ. இந்த கான்செப்ட் தான் நாம பண்ணோம். ஃபிக்ஸ்ഡ്. അതായത് ഇവന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലെവലുള്ള ഒരു ഗെയിം. അതിന്റെ ഓരോ ലെവലിലും ഓരോ വില്ലൻ വെച്ച് മരിക്കും. അതായത് പണ്ട് നായകന്റെ കുടുംബത്തിനെ കൊന്നവരെ നായകൻ തിരിച്ച് വന്ന് കൊല്ലുന്നതാണ് പടത്തിന്റെ ഒരു കഥ. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഇതിനകത്ത് നായകനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്രകൃതി തന്നെ വന്നവരെ കാച്ചിക്കോളും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്നവനെ തോലിക്കാൻ ഈ ഗെയിമിനകത്ത് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ നിന്നുള്ള ഗെയിമാണല്ലോ, അതിന് കുറച്ച് ഇന്ത്യൻ ക്യാരക്ടേഴ്സിനെ വേണം. അങ്ങനെ ആ ഇന്ത്യൻ ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് തുറപ്പുമില്ല കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുക്കും തെലുങ്ക് ബിസിനസ് മാൻ. അപ്പോൾ അതാണ്ട് നമ്മുടെ വില്ലൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ വരും. ഏത്? ഞാനൊക്കെ തെലുങ്ക് ബിസിനസ് മാൻ എന്ന് അടിച്ചു കൊടുത്താൽ വരുന്നത്. വിഷയം മാറി. പക്ഷേ ഇതിനിടയ്ക്ക് അണ്ണന് നാട്ടിലേക്ക് വരേണ്ടി വരുന്നു. അവിടെ വെച്ച് നമ്മുടെ പൂജ ചേച്ചിയെ കയറി പിടിച്ച മറ്റേ ഇറച്ചി വെട്ടുകാരനെ അണ്ണൻ കെട്ടിയിട്ട് തല്ലുന്നതിനിടയ്ക്ക് വിൻമിലിൻ്റെ അറ്റം വന്ന് അങ്ങനെ റാഞ്ചി എടുത്തുകൊണ്ട് അങ്ങ് പോകും. കഴുത്തി തൊടാത്ത കയറ് മുറുകി അവൻ എങ്ങനെ മരിച്ചെന്ന് മനസ്സിലാവാതെ അന്തിച്ച് നിൽക്കുന്ന അണ്ണന് തുറപ്പുകുലാൻ്റെ കോൾ വരും. ഗെയിമിൻ്റെ ഫസ്റ്റ് ലെവലായെന്ന് അണ്ണൻ കണ്ട് ഞെട്ടി. സെയിം സാധനം. ഇവിടെ വെച്ചാണ് പടത്തിൻ്റെ ഇൻ്റർവെൽ. ഇൻ്റർവെല്ലിന് ശേഷം ഒരു വില്ലൻ തീരെ വീണ് ചാവുന്നു. സെയിം ഗെയിം പോലെ. മൂന്നാമത്തെ വില്ലൻ മണ്ണി പൊതഞ്ഞ് ചാവുന്നു. സെയിം ഗെയിം പോലെ. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. അപ്പോൾ കാറ്റും തീയും മണ്ണും ഒക്കെ ആയ സ്ഥിതിക്ക് നാലാമത്തെ വില്ലൻ വല്ല കുളത്തിലും വീണായിരിക്കും ചാവുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അവിടെയാണ് സംവിധായകൻ നമ്മളെ ഞെട്ടിക്കുന്നത്. അതായത് നമ്മുടെ നായകൻ്റെ തന്തയും തള്ളയും കൂടെ മുൻസമയം പിടിച്ചു വയ്ക്കും. അവരെവിടാണെന്ന് അറിയാതെ അന്തിച്ച് നിൽക്കുന്ന അണ്ണനെ ഒരു ജേഴ്സി പിടിച്ച് കയറി കെട്ടി ഒരു കൂരയ്ക്ക് പിന്നിൽ കൊണ്ടു നിർത്തും. കൂരയ്ക്കകത്തോട്ട് കയറി ചെന്ന അണ്ണൻ മുനിസാമിയെ ഇടിച്ച് പഞ്ചറാക്കും. പക്ഷേ മുനിസാമി അവിടെ നിന്ന് അങ്ങേറെ താറിൽ രക്ഷപ്പെടും. പക്ഷെ അണ്ണൻ വിട്ടില്ല. അണ്ണനും കാണുമല്ലോ ഒരു വാഹനം. അതേപോലെ അണ്ണൻ്റെ വാഹനമാണ്. അങ്ങനെ ഈ ചേസിൻ്റെ ഇടയ്ക്ക് ഒരു മരത്തിന് തീ പിടിക്കും. താറൊക്കെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കഷ്ടപ്പെട്ടാണ് വരുന്നത്. പക്ഷേ അണ്ണനും പശു ഏതാണ്ട് ഒളിമ്പിക്സിൽ നഷ്ടപ്പെട്ടത് പഞ്ചായത്ത് ലോങ് ജമ്പിൽ നിന്നുള്ള മട്ടിൽ നൈസായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചാടി ഇങ്ങി പോരും. ഈ ഓട്ടത്തിനിടയ്ക്ക് അവിടുത്തെ ഒരു ഡാം പൊട്ടി ആ പ്രളയത്തിൽ മുനിസാമി ഒലിച്ചു പോകും. എത്ര ഒലിച്ചിലാണെന്ന് പറഞ്ഞാൽ അണ്ണൻ്റെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അണ്ണൻ മറ്റേ നെത്തോലി പൊരിക്കാൻ മറിച്ചിടുന്ന പോലെ വില്ലനെ കുത്തി എടുത്തുകൊണ്ടുവന്ന് അങ്ങേറെ വീടിൻ്റെ തിണ്ണയെ കിടത്തും. ഇത്രയും പൂപ്പൽ പിടിച്ച് അണ്ണൻ്റെ ബസൂക്ക ആ കോമ്പറ്റീഷനിൽ സെലക്റ്റഡ് ആയോ, അണ്ണൻ്റെ കൾച്ചർ കണ്ട് അവർ ഞെട്ടിയോ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആ താല്പര്യം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് 8 മടക്കി മടിക്കുത്തിന് താഴെ വെച്ചോണം കേട്ടോ. മടിക്കുത്തിന് താഴെ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പടം കൊള്ളാലോ, നല്ല കൺസെപ്റ്റ് ആണല്ലോ, ഒന്ന് കാണണമല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ये एक कदम वो इलाका है जहाँ मेरे लोग ने खून पसीना बहाया, अपने आंसू पिए, अपने जख्मों को चाटा. अब वो आंसू लावा बन चुका है. तू, तेरे धंधे, तेरे लोग, जो भी इस रास्ते में आएगा राख हो जाएगा. क्या बात है. Thank you so much. ഫിലിപ്പിന്റെ പറി.